നമസ്കാരം. ഇൻവിൻ വെൽനസ് യോഗ ആൻഡ് ന്യൂട്രീഷൻ സെൻറ്റർ തിരുവനന്തപുരം ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലൂടെ. ഞാൻ യോഗാചാര്യ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ശ്രീകണ്ഠൻ നായർ, ഇൻഡിപെൻഡൻറ്റ് അസോസിയേറ്റ് ഓഫ് ഹെർബലൈഫ്. ഹെർബലൈഫ് ഇന്ന് നിലവിൽ ലോകത്തിൽ നമ്പർ 1 ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വളരെ ശരിയായ ശാസ്ത്രീയമായ രീതിയിലുള്ള ഗവേഷണങ്ങളിൽ കൂടെ രൂപപ്പെടുത്തിയിട്ടുള്ളതും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പല പ്രൊഡക്റ്റുകളും, അതായത് 99% പ്രൊഡക്റ്റുകളും പ്യുവർ വെജിറ്റേറിയൻ ഹെർബലിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ യോഗയും കൂടെ പഠിപ്പിക്കുന്ന ആളാണ്. ബേസിക്കലി ഐ എം എ യോഗ ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം സൂചനകൾ നൽകാറുണ്ട്. നല്ല ഫുഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കഴിയുന്നത്ര നാച്ചുറൽ ഫുഡ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാ ഘടകങ്ങളും, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും കൂടെ ചേർന്നിട്ടുള്ളൊരു ഭക്ഷണം നമുക്ക് കഴിക്കാനോ കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഫുഡിനെയാണ് നമ്മൾ ശരിക്കുള്ള സമീകൃതമായിട്ടുള്ള പോഷകാഹാരം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അതിന് പകരം നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ക്ലാസ്സിൽ സാധാരണ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാരെയും നമ്മൾ നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായിട്ടോ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ല. ഇറ്റ്സ് ഓൾ എ വെരി ഗുഡ് ഫുഡ് സപ്ലിമെൻറ്റ്. ആ നിലയ്ക്ക് നമ്മൾ അതിനെ കണ്ടാൽ മതി. അപ്പോൾ പലപ്പോഴും നമ്മളെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഹെർബലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റുകളെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ലാസ്സിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, സാറ് നമുക്കൊരു മിനിമം ലെവലിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ മിനിമം ലെവലെന്ന് ഞാൻ പറയുന്നത്, ഹെർബലൈഫ് സാധാരണഗതിയിലുള്ള ഒരു ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു മീൽ സപ്ലിമെൻറ്റ്, ഒരു നേരത്തെ ആഹാരത്തിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചില പ്രത്യേക ശാരീരിക വൈഷമ്യങ്ങൾക്ക് പരിഹാരം ആയിട്ട്, ആഹാരത്തിൽ കൂടെയുള്ള പരിഹാരമായിട്ട് ഉള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്, പ്രിഫേർഡ് പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെർബൽസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ബീറ്റ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സ്പോർട്സ് താരങ്ങളായിട്ടുള്ള, ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്പോർട്സിൽ ഹെർബലൈഫ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. H24 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, നമ്മളൊരു സാധാരണ ഒരാൾക്കാർക്ക് അവരുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫാറ്റ് ലോസ്, വെയ്റ്റ് ഗെയിനിങ്, വെയ്റ്റ് ലോസിങ്, ഇങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ഹെർബലൈഫിന് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരു 90% രാവിലെ ഞാൻ ഹെർബലൈഫിൻ്റെ ഈ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു 4-5 മാസത്തിൽ കൂടുതലായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഗുഡ് ലൈഫ് ന്യൂട്രീഷൻസ് നിർദ്ദേശവും ഇതിനകത്ത് ഈ ഹെർബലൈഫിനെ കുറിച്ചുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്ത് ഒരുപാട് റിവ്യൂസും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി എനിക്ക് അത് ശരിക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു നേരത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലഞ്ചിന് പകരമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം, അല്ലെങ്കിൽ രാത്രിയുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ജനറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ മറ്റ് സവിശേഷതകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് ഇത് എങ്ങനെയാണ്, എന്താണ്, നമുക്കൊരു ദിവസത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം
ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ഒന്നാമത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് ഹെർബലൈഫിൻ്റെ തന്നെ ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇതിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് തന്നെ സ്പൂണുണ്ട്, ഒരു ചെറിയ സ്പൂണുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുണ്ട്, ഇമാതിരിയുള്ളൊരു ചെറിയ സ്പൂൺ ഇതിനകത്തുണ്ട്. ഇതിൽ ഒരു സ്പൂണ് ഇതാ ഏതാണ്ട് ഇത്രയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അല്ലേ. ഇതിനകത്തുള്ള ഈ ഒരു സ്പൂൺ എടുക്കുക. അതിനകത്ത് ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലോ ഇല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ, തിളപ്പിച്ച ഫ്ലാസ്കിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന വെള്ളം, തിളച്ച വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ചൂടുള്ള വെള്ളത്തിൽ ഉപയോഗിക്കാം. 2 തരത്തിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ. ഇതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇത് കുടിക്കുന്നത് നമ്മൾ ഒറ്റയിറക്കിന് കുടിക്കുകയല്ല. ഇതാണെങ്കിലും വെള്ളമാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുടിക്കുകയാണെങ്കിൽ അത് സിപ്പ് ചെയ്ത് കുടിക്കുക, കുറേശ്ശെയായിട്ട് കുടിക്കുക. അതാണ് നമ്മൾ ചൂടുവെള്ളം എന്ന് പറയുന്നത്. ചൂടുവെള്ളമാകുമ്പോൾ നമ്മളൊന്ന് തണുപ്പിച്ച് പതുക്കെ ഒന്ന് ഊതി പതുക്കെ കുടിക്കും. അതുകൊണ്ട് ഇതിന് ശേഷം ഉപയോഗിക്കുന്നത് നമ്മളൊരു സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്, ഇതാദ്യം ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോകാം. ഫോർമുല 1 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബനാന ഫ്ലേവറാണ്. ഏതാണ്ട് 9 തരത്തിലുള്ള ഫ്ലേവറിലുള്ള ഫോർമുല 1ൻ്റെ സാധനം കിട്ടാറുണ്ട്. സ്ട്രോബെറിയുടെ കിട്ടാറുണ്ട്, ചോക്ലേറ്റിൻ്റെ കിട്ടാറുണ്ട്, മാംഗോ കിട്ടാറുണ്ട്, കുൽഫി പറഞ്ഞിട്ടൊന്ന് കിട്ടാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല വ്യത്യസ്തമായിട്ടുള്ള 9 ഫ്ലേവറിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ നമുക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു രുചി തരുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പാലിന് പകരം ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, ശുദ്ധമായ പശുവിൻ്റെ പാലിൽ. അത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോയാ മിൽക്ക് ഉപയോഗിക്കാം. അപ്പോൾ സോയാ മിൽക്കിന് ബേസ് ആയിട്ടുള്ള ഷേക്ക് മേറ്റ്, ഇതിൻ്റെ പേര് ഷേക്ക് മേറ്റ് എന്ന് പറയും. ഷേക്ക് മേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു മിക്സിയിൽ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട്, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ഫൈബർ എന്ന് പറയുന്ന ഒരു സാധനം. ആക്റ്റീവ് ഫൈബർ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഫൈബർ ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. പിന്നെ ഒന്ന് ഉപയോഗിക്കുന്നത് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. ഇതിൻ്റെ എല്ലാം പ്രയോജനത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ആവശ്യകതകളുടെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായി. പ്രോട്ടീൻ എന്തിനാണ് ആവശ്യം, അത് എത്ര കഴിക്കണം, അതെങ്ങനെ നമുക്ക് ആഹാരത്തിൽ കൂടെ എങ്ങനെ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ഫൈബറിൻ്റെ ആവശ്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ 1-2 വീഡിയോ ആയിട്ട് പിന്നീട് ഇടുന്നതായിരിക്കും. നിങ്ങൾ ഇത് ഇടയ്ക്കൊന്ന് ഫോളോ ചെയ്താലും മതി. അപ്പം ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഈ ഒരു 5 സാധനങ്ങൾ, അതായത് ഫോർമുല 1 എന്ന് പറയുന്നത്, ഷേക്ക് മേറ്റ് എന്ന് പറയുന്നത്, പ്രോട്ടീൻ പൗഡർ, ഫൈബറിൻ്റെ പൗഡർ, ഇതെല്ലാം പൗഡർ ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെയുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇത് ഒരു എനർജി ഡ്രിങ്കാണ്. അഫ്രഷ് എന്ന് പറയും. അഫ്രഷ് എന്ന് പറയുന്ന ഒരു എനർജി ഡ്രിങ്കാണ്. ഇതും പല ഫ്ലേവറിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത്തവണ വാങ്ങിച്ചത് തുളസിയുടെ ഒരു ഫ്ലേവറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ജിഞ്ചറിൻ്റെ ആയിരുന്നു. അതിനു മുമ്പ് ഒരിക്കൽ മേടിച്ചത് സിന്നമൻ്റെ ആയിരുന്നു, കറുകപ്പട്ടയുടെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലെമൻ്റെ ഉണ്ട്, അത് പല ഫ്ലേവറിലുണ്ട്. ഒരു 6-7 ഫ്ലേവറിലുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് മേടിച്ചിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഒരു ഗ്ലാസ് എടുക്കുക. ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ അഫ്രഷ് എന്ന് പറയുന്ന സാധനം, പൗഡർ, ഇതിൻ്റെ ഒരു സ്കൂപ്പ് എടുക്കുക. ഒരു സ്കൂപ്പ് നിറച്ചെടുത്തിട്ട് അത് ഈ ഇതിനകത്തോട്ട് ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട്, എന്നിട്ട് ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. കാണാമല്ലോ. നമ്മളൊരു ഗ്രീൻ ടീയുടെ, ഞാനൊരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഏതാണ്ട് അത് നിറച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഗ്രീൻ ടീയുടെ കളർ
കാണാമല്ലോ, ഒരു ഗ്രീൻ ടീയുടെ കളർ. അത് ഗ്രീൻ ടീയുടെ ടേസ്റ്റും തന്നെയാണ് അതിൽ, കാരണം ഗ്രീൻ ടീയുടെ ഒരു ഇത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം പൗഡർ ഫോമിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഞാൻ ഈ ഹെർബൽ ലൈഫിൻ്റെ അഫ്രഷ് എന്ന് പറയുന്ന ഒരു എനർജി ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റും. സോ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോർമുല 1 എടുത്തു. ഞാൻ ഒരു മിക്സിയുടെ ഇത് വെച്ചിട്ടുണ്ട്, ജാറ്. ഇതിനകത്തും സ്പൂണുണ്ട്, ഇതാണല്ലോ, ഇതിനകത്ത് സ്പൂണുണ്ട്. ഇതിൽ ഒരു 3 സ്പൂണ് മട്ടത്തിന് അതിൻ്റെ ആ ലെവലിൽ, ഈ ലെവലിൽ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ആ സ്പൂണിന് ലെവലായിട്ട് 3 സ്പൂൺ എടുക്കുക. 1, 2, 3. ഓക്കെ, പിന്നീട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഷേക്ക് മേറ്റ് എന്ന് പറയുന്നതാണ്. ഞാൻ ഉപയോഗിച്ച സാധനത്തിനൊന്ന് മാറ്റാം. ഷേക്ക് മേറ്റ് ആണ്. ഷേക്ക് മേറ്റ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു ഷേക്ക് മേറ്റിനെ കുറിച്ച്. അത് സോയ ബേസ്ഡ് ആണ്. ഇതിന് 2 സ്പൂണ് നമ്മൾ 2 സ്പൂണ് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. 1, തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വാങ്ങി ഞാനത് മുഴുവൻ അത് തീർന്നതുകൊണ്ട് ഞാൻ മുഴുക്ക തട്ടുകയാണ്. 2 സ്പൂൺ, ഇതിന് 2 സ്പൂൺ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ഫോർമുല 1 എന്ന് പറയുന്നത് 3 സ്പൂണ് ഇടുക. ഷേക്ക് മേറ്റ് 2 സ്പൂൺ ഉപയോഗിക്കുക. ഇത് പ്രോട്ടീൻ പൗഡറാണ്. ഇതിൻ്റെ 1 സ്കൂപ്പ് എടുത്താൽ മതി. 1 ലെവലിൽ എടുക്കുക. 1 സ്പൂൺ എടുക്കുക. അങ്ങനെ ഇങ്ങനെ കുമിച്ചൊന്നും എടുക്കണ്ട കേട്ടോ, വളരെ ഫുള്ളായിട്ടൊന്നും എടുക്കണ്ട. അതിൻ്റെ ആ ഒരു ലെവലിൽ ഒരു മട്ടത്തിന് മാത്രം എടുത്താൽ മതി. 1 സ്പൂൺ മതി. ഇതെല്ലാം ഒരു കാൽക്കുലേഷനിലാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, 300-500 സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഗവേഷകർ ഇത് ശരിക്കും ഒരു നല്ല ഗവേഷണം നടത്തിയതിന് ശേഷം തയ്യാർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഫൈബറിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് 1 സ്പൂൺ ഇട്ടാൽ മതി. അതായത് ഒരിക്കലും പറയാം, ഫോർമുല 1 എന്ന് പറയുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലുള്ളത് ഒരു 3 സ്പൂണ്. ഷേക്ക് മേറ്റ് എന്ന് പറയുന്ന ഇതിന് ഒരു രുചി കൊടുത്തായിരുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് വീട്ടിൽ നല്ല നാടൻ പശുക്കളെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ പാൽ ഉപയോഗിച്ചാൽ മതി, അതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ നമുക്കിപ്പോൾ സിറ്റിക്കകത്ത് കിട്ടുന്ന പാല് അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ശരിക്കുള്ളത് ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഫൈബറിൻ്റെ 1 സ്പൂണ്, പ്രോട്ടീൻ പൗഡറിൻ്റെ 1 സ്പൂണ്. 3, 2, 1, 1. ഇതിന് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഒരു 240, 240, 250 ml വരുന്ന ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ഇത്തിരി വലിയ ഗ്ലാസ് എടുത്തോളൂ. ചെറിയ കപ്പല്ല, ചെറിയ വലിയ ഗ്ലാസ് എടുത്തോളൂ. ഈ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഏതാണ്ട് നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു. ഇത് ജാറിനകത്തേക്ക് ഒഴിക്കുക. ഓക്കെ, സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മതി. അതല്ല, ഇത്തിരി തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക്, മറ്റേ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന തണുത്ത വെള്ളം. എന്നാലും അത് ഭയങ്കര തണുപ്പാവരുത്. എങ്കിൽ ഇതിനകത്ത് നമ്മൾ പറയുന്ന വൈറ്റമിൻസ്, മിനറൽസ് ചിലപ്പം ഇൻറ്ററാക്ട് ചെയ്യാൻ താമസിക്കാറുണ്ടാവും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ ചെറിയ തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ ഇതെടുത്തിട്ട് മിക്സിയിൽ ഒരു 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ്, 1.5 മിനിറ്റ് മതി, ധാരാളം. സമയം ലാഭമുണ്ട്. ഇനി ഇത് കിട്ടുന്നില്ല, ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ഷേക്ക് ബോട്ടിൽ കിട്ടാറുണ്ട്. കുട്ടികളൊക്കെ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അത് വാങ്ങിച്ചിട്ട്
അത് കിട്ടും. ഹെർബലൈഫിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മേടിക്കാം. അതിനകത്ത് ഷേക്ക് ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ്, അതിലാകുമ്പോൾ 2 മിനിറ്റ് ചെയ്യുക. ഇതിലാകുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ വേണ്ട ഒരു മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. 45 സെക്കൻഡാണ് അവർ പറയുന്നത്, ഞാനൊരു 1 മിനിറ്റ്. അപ്പോൾ ഞാനത് 1 മിനിറ്റ് കൊണ്ടുപോയി അടിച്ചിട്ട് വരട്ടെ, മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചിട്ട് വരാം. ഓക്കെ, ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ 1 മിനിറ്റ് അടിച്ചിട്ട് കൊണ്ടുവന്ന സാധനമാണ്. ഇതിന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പ്രയോജനപ്പെടുന്ന, പോഷകമൂല്യമുള്ള ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ റെഡിയായി. ഓക്കെ, ഇത് സാവകാശത്തിൽ കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഒറ്റയടിയാവും കുടിക്കുകയല്ല, കുറേശ്ശെ കുടിക്കുക. അത് ആസ്വദിച്ച് കുടിക്കുക, അതിൻ്റെ ടേസ്റ്റിൽ കുടിക്കുക. ഇതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പറയാം. ഇനി നമ്മൾ വളരെ ഹെൽത്തി ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇത് ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നല്ല. ഇത് നമുക്കൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള, എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമുള്ള സാധനം മാത്രമാണ്. ഒരു ചൊല്ലുന്നുണ്ട് നമ്മുടെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആഹാരം നന്നായിരുന്നാൽ ഡോക്ടറുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ വൈദ്യൻ്റെ ആവശ്യമില്ല. ആഹാരം നന്നായിരുന്നാൽ. ഇനി ആഹാരം മോശമാണെങ്കിൽ വൈദ്യം തരുന്ന മരുന്നുകൊണ്ടും പ്രയോജനമില്ല എന്ന് ഒരു ചൊല്ല് ആയുർവേദത്തിനകത്തുണ്ട്. അത് കണക്കാക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു ഫുഡ്, ഏതാണ്ട് 19ഓളം വൈറ്റമിൻസ്, മിനറൽസ്, ബാക്കിയുള്ള നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഫോർമുല 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിനും ഇത് കഴിക്കാം. കാരണം ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്വീറ്റനിങ്ങോ ഇല്ല. കമ്പനി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ GI ഇൻഡെക്സ്, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ ലെവൽ കൂടുതലില്ല എന്നർത്ഥം. ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ് മിക്കവാറുള്ള എല്ലാ പ്രൊഡക്റ്റും. എങ്കിലും ഇത് മരുന്നല്ല. നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുക, അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കാം, അതിനോടൊപ്പം ഇത് കഴിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഏതെങ്കിലും മരുന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഓക്കെ, ഇതൊരു നേരത്തെ ഭക്ഷണത്തിന് പകരം നമ്മൾ ക്യാരറ്റ് കഴിച്ചാൽ ക്യാരറ്റിൻ്റെ പ്രയോജനം കിട്ടും, ഇല്ലേ? ബീറ്റ്റൂട്ട് കഴിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടും. ഇറച്ചിയോ മുട്ടയോ കഴിക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. പക്ഷേ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, ഇത് യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഈ ബോട്ടിലൊന്നും കൊണ്ടുപോകണമെന്നില്ല. ഇത് 2-3 പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയാൽ ഒരു 5 പാക്കറ്റ് കൊണ്ടുപോയാൽ 5 ദിവസത്തേക്കായി. ഓരോ നേരത്തെ ഭക്ഷണമല്ലേ, നേരത്തെ. ഇത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി ആൾക്കാരത് മേടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മറ്റത് ആസ് എ യോഗ അധ്യാപകൻ എന്നുള്ള നിലയിൽ ആഹാര കാര്യത്തിൽ പൊതുവിലൊരു നിയന്ത്രണം ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും അതാവണം എന്നില്ലല്ലോ. ഞാനൊരു 45 വർഷത്തിൽ കൂടുതലായിട്ട് യോഗ പഠിക്കുകയും പഠിപ്പിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു 1 മാസം 2 മാസമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, വേറെ ചില അസുഖങ്ങൾക്കും നമ്മൾ അക്യുപ്രഷറിൻ്റെ ചില പോയിന്റ്സും യോഗയും ആഹാരവും ഒക്കെ കൂടെ നമ്മൾ വരുമ്പോഴത്തേക്കും അവർ കഴിക്കുന്ന മരുന്നും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് റിലീഫ് കിട്ടും, അല്ലെങ്കിൽ അത് ഭേദമായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർക്കാം. ആപ്പിളോ അല്ലെങ്കിൽ ബനാനയോ അങ്ങനെ ഏതെങ്കിലും ഇതിനകത്ത് കുറച്ച് ചേർക്കാം, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു നേരത്തെ ഭക്ഷണമാണെന്ന് പറഞ്ഞു. നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര രാവിലെ കഴിക്കുക. ഐ മീൻ ഒരു 9 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും 10 മണിക്ക് 10:30 കഴിച്ചിട്ട് 1 മണിക്ക് ഊണ് കഴിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ശീലമല്ല. മിനിമം ഒരു 4 മണിക്കൂറുണ്ടെങ്കിലും ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അത്തരം വീഡിയോ ഒക്കെ നമ്മൾ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കണമെങ്കിൽ. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കോ 9 മണിക്കോ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു 1 മണി 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം നിങ്ങൾക്ക് നോർമലി കഴിക്കാം. ഓക്കെ, ഇതിനിടയിൽ നിങ്ങൾക്ക് നല്ല ഇപ്പം കായികമായിട്ടൊക്കെ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വിശപ്പ് തോന്നുകയാണെങ്കിൽ ഇത് രാവിലെ 8 മണിക്ക് കഴിച്ചു, ഒരു 10:30 മണിക്കൊക്കെ വിശപ്പ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം, തെറ്റൊന്നും ഇല്ലാതെ. അതുപോലെ ഈ അപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു ദിവസം 1 നേരമോ 2 നേരമോ നമുക്ക് ചായക്ക് പകരം ഉപയോഗിക്കാം. ചായ ഒഴിവാക്കാം, കോഫി ഒഴിവാക്കാം, അതിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി അല്ല നിർബന്ധമായിട്ട് കുടിച്ചേ പറ്റുള്ളൂ, ചായ കുടിച്ചാലേ പറ്റുള്ളൂ, കോഫി കുടിച്ചാലേ പറ്റുള്ളൂ അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, എന്നിട്ട് ക്രമേണ നിർത്താം. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഈ ചേഞ്ച് ഒന്നും വരുത്താനല്ല പറയുന്നത്. ക്രമേണ നമ്മൾ ഇന്ന് വരെ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ക്രമമുണ്ട്, ഒരു ആഹാര ക്രമം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കേരളീയർക്ക് ദോശ, അപ്പം, പുട്ട്, ഇടിയപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മെനു ഉണ്ട്. അതിനകത്ത് നിന്ന് കിട്ടുന്ന വൈറ്റമിൻസും ഇതിനകത്ത് നിന്ന് കിട്ടുന്ന തമ്മിൽ എന്തെല്ലാം വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് രാവിലെ പ്രിഫർ ചെയ്യുന്നത്. രാവിലെ നമ്മൾ ഒരു ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു എനർജി ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ അന്നത്തെ ദിവസം മുഴുക്കാൻ നമുക്ക് നല്ല എനർജി ടേക്ക് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അനുഭവം കൊണ്ട് കൂടെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇത് സപ്ലിമെന്റിലേക്ക് മാറ്റുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം. ചില ആൾക്കാർ രാത്രി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരാണ്, ഫാറ്റ് ഒരുപാട് കൂടുതലാണ്, അത് നമുക്ക് മെഷർ ചെയ്യാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 നേരം ഉപയോഗിക്കാൻ പറയും. രാവിലെയും രാത്രിയുള്ള ഇതിന് പകരം, ആഹാരത്തിന് പകരം ഇത് ഉപയോഗിക്കുക. 1 നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഭക്ഷണം കഴിക്കുക. അത് തന്നെ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ആണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് മുളപ്പിച്ച ധാന്യങ്ങൾ അല്ലെങ്കിൽ സാലഡ്, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാലഡ് നമ്മുടെ പ്രകൃതി ജീവനത്തിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് അത് കഴിക്കാം. അതിനെക്കുറിച്ച് ഒരു വീഡിയോ പിന്നീട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെയ്യേണ്ടതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത്രയും നേരം ഇത് കേട്ടോണ്ടിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ബ്രേക്ക്. ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ കുടിച്ചു കഴിഞ്ഞതിനോടൊപ്പം തന്നെ ഇതിൽ 1 ഗ്ലാസ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം, നമ്മൾ നേരത്തെ ആ മിക്സിയിൽ ഉപയോഗിച്ചില്ലേ, ആ വെള്ളമായാലും മതി. അത് ഈ 1 ഗ്ലാസ് നിറച്ചെടുക്കുക. ഇതും അതുപോലെ പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കാം, സാവകാശം കുടിക്കാം. അപ്പോൾ അഫ്രഷ് കുടിക്കുന്നു, എനർജി ഡ്രിങ്ക്. അതിനുശേഷം ഈ ഒരു കോമ്പിനേഷൻ ഫോർമുല 1, ഷേക്ക് മേറ്റ്, പ്രോട്ടീൻ പൗഡർ, ഫൈബറിൻ്റെ പൗഡർ ഇത് ഉപയോഗിക്കുന്നു. അത് മിക്സിയിൽ റൂം ടെമ്പറേച്ചർ വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ തണുപ്പുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സിയിൽ ഒരു മിനിറ്റ് അടിച്ചെടുക്കുക. അത് സാവകാശം കുടിക്കുക. അതിനുശേഷം ഈ 1 ഗ്ലാസ് വെള്ളവും കൂടെ കുടിക്കുക, സാധാരണ വെള്ളം. ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. കുക്ക് ചെയ്യാനുള്ള സമയം വേണ്ട, ഗ്യാസ് ലാഭിക്കാം, ആഹാരം നന്നായിരിക്കും, രുചിയുള്ളതായിരിക്കും, അതോടൊപ്പം ആരോഗ്യം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെല്ലാം അന്നത്തെ ഒരു ദിവസം മുഴുക്ക നല്ല ചുറുചുറുക്കായിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി ഇരിക്കാൻ, എനർജറ്റിക് ആയിരിക്കാൻ നിങ്ങൾക്ക് അത് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പൊതുവിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ്. പലപ്പോഴും ക്ലാസ്സിൽ ആൾക്കാർക്ക് ഇത് ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിലും അതുപോലെ ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് വീഡിയോ കണ്ടിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. യോഗാചാര്യ ന്യൂട്രീഷനിസ്റ്റ് ശ്രീകണ്ഠൻ നായർ, ഇൻവിൻ വെൽനസ് യോഗ ന്യൂട്രീഷൻ സെൻറ്റർ, തിരുവനന്തപുരം സിറ്റിയിലാണ്, ശ്രീവരാഗം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ, ഹെൽത്തി ഡേ. നമസ്കാരം.